മറ്റൊരു വാർത്തയിലേക്ക്. പാലക്കാട് നെന്മാറയിൽ ഇരട്ട കൊലപാതകം. ജാമ്യത്തിലിറങ്ങിയ പ്രതി അയൽവാസികളായ ഗൃഹനാഥനെയും അമ്മയെയും വെട്ടിക്കൊന്നു. സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. സുധാകരന്റെ ഭാര്യയെ കൊന്ന കേസിലെ പ്രതിയാണ് ആക്രമണം നടത്തിയ ചെന്താമരൻ. പ്രതിക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. നാട്ടുകാർ പറയുന്നതനുസരിച്ച് ചെന്താമരൻ ഒരു കൊടും ക്രിമിനലാണ്. നേരത്തെ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ ആളാണ്. ആ വീട്ടമ്മയുടെ ഭർത്താവിനെയും അമ്മയെയുമാണ് ഇന്ന് വെട്ടിക്കൊലപ്പെടുത്തിയത്. നാട്ടുകാരുടെ പ്രതികരണം കേൾക്കാം. പോലീസ്, ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 20 ടീമായിട്ട് നാട്ടുകാരും പോലീസ് സേനയും ഒന്നിച്ച് മലനിര ഉൾപ്പെടെ അന്വേഷിക്കുകയാണ്. ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ ഒന്നുകിൽ അവനെ ജീവനോടെ കൈപ്പിടിക്കാൻ വേണ്ടി കഴിയും, അതല്ലെങ്കിൽ സ്വയം വിധി നിർണയിച്ച് അവൻ സ്വയം വിധി നിർണയിച്ച് പോവുകയാണെങ്കിലും പോകാം. പിടിക്കാതിരിക്കില്ല. കൂടുതൽ വിവരങ്ങളുമായി ഐഷത്തുൽ ഷംന ചേരുകയാണ്. ഷംന, ഈ പ്രതി എവിടെയുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ കിട്ടിയിട്ടുണ്ടല്ലോ. പോലീസ് ഇപ്പോൾ അങ്ങോട്ട് തിരിച്ചിരിക്കുകയാണല്ലോ. എന്താണ് ഈ കൊലപാതകത്തിന് പിന്നിൽ? എന്താണ് നാട്ടുകാർ പറയുന്നത്? തന്നെ ഈ ചെന്താമരയുടെ ഭാര്യയുമായി ചെറിയ പിണക്കങ്ങൾ ഉണ്ടായിരുന്നു. ഭാര്യ പിണങ്ങിപ്പോയിരുന്നു. അതിന് കാരണം ഇന്ന് കൊലപ്പെടുത്തിയ ഈ സുധാകരനും ഇയാളുടെ ഭാര്യ സജിതയുമാണ് എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു. അല്ലെങ്കിൽ അത്തരം ഒരു സംശയത്തിന്റെ പേരിലാണ് നേരത്തെ 2019 സുധാകരന്റെ ഭാര്യ സജിതയെ ഈ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അതിനുശേഷം 2019 തന്നെ പോലീസ് പ്രതിയെ പിടികൂടുന്നു. ഇയാൾ ജയിലിൽ പോകുന്നു. അത് കഴിഞ്ഞ മാസമാണ്, അല്ലെങ്കിൽ 2 മാസം മുൻപാണ് ഈ പ്രതി ജാമ്യത്തിൽ ഇറങ്ങുന്നത്. ഇപ്പോഴും ആ ഒരു വൈരാഗ്യം, ഭാര്യയുമായി പിണങ്ങാനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഭാര്യ പിണങ്ങി പോകാനുള്ള ഒരു കാരണം സുധാകരന്റെ കുടുംബമാണെന്ന ഒരു സംശയം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വ്യക്തി വൈരാഗ്യമാണ് വീണ്ടും ഈ ഒരു കൊലപാതകത്തിലേക്ക്, ഇത്തരത്തിലുള്ള ഒരു നാടിഞ്ഞ നടക്കുന്ന ഒരു സംഭവത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി ചെന്താമര വീട്ടിലെത്തി സുധാകരനെ വെട്ടിക്കൊല്ലുകയായിരുന്നു. അത് കണ്ട് ഈ സുധാകരന്റെ അമ്മ ലക്ഷ്മി, 76 വയസ്സുള്ള ഈ അമ്മയെ നിലവിളിച്ചോടുന്നതിനിടെയാണ് ഈ അമ്മയെയും പ്രതി വെട്ടിക്കൊലപ്പെടുത്തുന്നത്. എന്തായാലും പ്രതി ഇപ്പോൾ നെല്ലിയാമ്പതി മലനിരകളിലേക്ക് കയറിയെന്നാണ് സൂചന. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. 20 സംഘങ്ങളായി തിരിഞ്ഞാണ് അന്വേഷണം നടക്കുന്നത്. ഈ മലനിരകളുടെ അടുത്ത് പ്രതിയിലേക്ക് എത്താറായിട്ടുണ്ട് പോലീസ്. അല്പസമയത്തിനകം തന്നെ, ഉടൻ തന്നെ പ്രതിയെ പിടികൂടാനാകും. അത് ജീവനോടെയോ അല്ലാതെയോ പ്രതിയെ പിടികൂടുമെന്നാണ് നേരത്തെ MLA അടക്കം നമ്മോട് സൂചിപ്പിച്ചതും. എന്തായാലും പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ പ്രതി നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ്, മാനസിക രോഗിയാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ വെറും ക്രിമിനൽ ചിന്താഗതി മാത്രം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഈ ഒരു സംശയ രോഗത്തിനെ തുടർന്ന് ഒരാളെ, ഈ സജിത എന്ന സുധാകരന്റെ ഭാര്യയെ കുത്തി കൊല്ലുന്നു. അതിനുശേഷം അത് വളരെ ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു. കഴുത്തറുത്താണ് കൊലപ്പെടുത്തിയത്. എന്നിട്ട് അന്ന് മുതൽ തന്നെ ഈ പ്രതിയെ ഇനി ഈ കോളനിയിലേക്ക് കയറ്റില്ല, അല്ലെങ്കിൽ തങ്ങളുടെ ഈ പ്രദേശത്തേക്ക് അടുപ്പിക്കില്ല, ഈ പ്രതിയിൽ നിന്ന് തങ്ങൾക്ക് സുരക്ഷിതത്വം വേണമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നാട്ടുകാരടക്കം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഒപ്പം തന്നെ ഈ പ്രതി ജാമ്യത്തിൽ ഇറങ്ങിയ ഒരു സമയത്ത് നേരത്തെ മറ്റൊരു കുടുംബത്തിന് നേരെയും ഈ പ്രതി ചെന്താമര മറ്റു കുടുംബങ്ങൾക്ക് നേരെയും ഇത്തരത്തിൽ വധഭീഷണി മുഴക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്ക്, അല്ലെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്ക് ഈ നാട്ടുകാർ പരാതി എഴുതി നൽകിയിരുന്നു. ഈ പ്രതി കൃത്യമായ ഒരു ക്രിമിനൽ ചിന്താഗതിയുള്ള ആളാണ്, ഇയാളിൽ നിന്നും തങ്ങൾക്ക് സുരക്ഷിതത്വം വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ തങ്ങളുടെ കോളനിയിൽ വേണ്ട എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നാട്ടുകാർ പരാതി നൽകിയിരുന്നു. എന്നാൽ അതിൽ കൃത്യമായ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അന്ന് തന്നെ ഒരു സുരക്ഷിതത്വം ഒരുക്കിയിരുന്നെങ്കിൽ ഇന്ന് നാടിനെ നടക്കുന്ന 2 കൊലപാതകങ്ങൾ സംഭവിക്കില്ലായിരുന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. നാട്ടുകാർ പലരും ഇക്കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിരുന്നു. നാട്ടുകാർ പറയുന്നത് ചെന്താമര എന്നയാൾ വിചിത്ര സ്വഭാവമുള്ളയാളാണ്, ഈ കുടുംബത്തോട് വൈരാഗ്യം ഉണ്ടായിരുന്നു. ഇക്കാര്യം നാട്ടുകാർക്കും അറിയാമായിരുന്നു. പോലീസിനോട് ഇക്കാര്യം പറഞ്ഞതാണ്. പക്ഷേ പോലീസ് കൃത്യമായി ഇടപെടൽ നടത്തിയില്ല. അതിനാലാണ് 2 ജീവനുകൾ കൂടി നഷ്ടമായത്. പാലക്കാട് നെന്മാറയിലെ പോത്തുണ്ടിയിലാണ് നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത്. മറ്റൊരു വാർത്ത.